ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഷോപ്പിലേക്ക് ശരിയാക്കാൻ വന്ന ഫോൺ മോട്ടറോള എന്നൊരു കമ്പനിയുടെ ഫോണാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ മൊത്തം ബ്രോക്കൺ ആയിട്ടുണ്ട്, കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഡിസ്പ്ലേ എളുപ്പത്തിൽ മാറ്റാം എന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. മോട്ടറോള E14 എന്നൊരു മോഡലാണ് ഈ ഫോൺ വന്ന ഫോണിൻ്റെ ഒരു മോഡൽ, കറക്റ്റ് മോഡൽ. സോ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മോട്ടറോള ആയതുകൊണ്ട് അതിൻ്റെ ഡിസ്പ്ലേ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കസ്റ്റമർ 2-3 സ്ഥലത്ത് ചോദിച്ചു, പക്ഷേ എവിടെയും കിട്ടാല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് വന്നത്. നമ്മളത്തെ ഇതിൽ ഓൾറെഡി സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ എളുപ്പത്തിൽ കസ്റ്റമർക്ക് മാറ്റി കൊടുത്തു. സോ അതിൻ്റെ ഫുൾ പ്രോസസ്സ് എന്താണ്, എങ്ങനെ ശരിയാക്കാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ മുഴുവനായി കാണുക. എങ്ങനെ നമുക്ക് മാറ്റാം എന്നതാണ് ഈ വീഡിയോയിൽ വല്ലാത്ത എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നമില്ലാതെ നമുക്ക് സുഖമായിട്ട് ശരിയാക്കാം. സോ ഫൈനലി നമ്മൾ അതിൻ്റെ മിഡിൽ ഫ്രെയിമിലുള്ള എല്ലാ സ്ക്രൂവും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സിംറ്റർ എടുത്തിട്ട് അതിൻ്റെ മിഡിൽ പാനൽ മൊത്തം മാറ്റാൻ വേണ്ടി നോക്കുക. സോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഡിസ്പ്ലേ മേൽഭാഗത്താണ് ബ്രോക്കൺ ആയിട്ടുള്ളത്. സോ ഡിസ്പ്ലേയിൽ ലൈൻ വന്നത് കാരണമാണ് ഡിസ്പ്ലേ മാറ്റേണ്ടി വരുന്നത്. ലൈനും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ടച്ച് ഗ്ലാസ് മാത്രമായിട്ട് മാറ്റാമായിരുന്നു. സോ നമുക്ക് അതിൻ്റെ മിഡിൽ പാനൽ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ബാറ്ററിയും കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ എങ്ങനെ മാറ്റാം എന്ന് നോക്കാം. ഒരു സ്ക്രൂ ബാലൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സോ നമ്മൾ ആ സ്ക്രൂ കൂടി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം പാനൽ മൊത്തം അതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. ബാറ്ററി ഇതുവരെയായിട്ട് അയക്കാത്തൊരു ഫോണായതുകൊണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇതിൽ ഡിസ്പ്ലേ മാറ്റാൻ പോകുന്നത്. സോ ഇത് അയക്കാത്തൊരു മോഡലായതുകൊണ്ട് ബാറ്ററി നല്ലൊരു ടൈറ്റ് ഉണ്ടാവും. സോ അത് നമുക്ക് ആ ബാറ്ററി റിമൂവ് ചെയ്യാനായിട്ട് ഒരു ലിക്വിഡ് വരുന്നുണ്ട്. ആ ലിക്വിഡ് ഒഴിച്ചിട്ടാണ് നമ്മളിത് ബാറ്ററി റിമൂവ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം, ഞാൻ വീണ്ടും ആ ലിക്വിഡ് ഒഴിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. വല്ലാതെ ടൈറ്റാണ്, കാരണം ഇതുവരെയായിട്ട് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട്. അത് കമ്പനി ഫിക്സിങ് ആകുമ്പോൾ നല്ലൊരു ടൈറ്റ് ഉണ്ടാവും. സോ നമ്മൾ പതുക്കെ എടുക്കാൻ വേണ്ടി നോക്കാം. സോ ഇനി കുറച്ചും കൂടി ലിക്വിഡ് ഇടാം നമുക്ക്. ഓക്കെ, സോ ഏകദേശം ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ബാറ്ററി ഏകദേശം പോരാൻ നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് ലിക്വിഡ് ഒഴിക്കേണ്ടിരുന്ന തോന്നുന്നു. സോ ഒന്നും കൂടി കുറച്ച് ഒഴിച്ച് നോക്കാം. വളരെയധികം ടൈറ്റാകും. കമ്പനി ഫിക്സിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ വരിക, നല്ല ടൈറ്റ് ഉണ്ടാവും. അതൊരു എളുപ്പത്തിൽ തന്നെ കിട്ടാത്തൊരു രീതിയിലാവും. സോ നമ്മൾ പറഞ്ഞ പോലെ ഒന്നും കൂടി ചെറുതായിട്ട് ലിക്വിഡും കൂടി ഒഴിച്ചിട്ട് ഡിസ്പ്ലേ അല്ല ബാറ്ററി മൊത്തം അതിൽ നിന്ന് റിമൂവ് ചെയ്യുക. സോ ഏകദേശം പോന്നിട്ടുണ്ട്. ഫൈനലി നമ്മളെ ബാറ്ററി മിഡിൽ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടോ, കമ്പനി ഫിക്സിങ് ആകുമ്പോൾ അത്രയ്ക്കും ടൈറ്റ് ആയിരിക്കും. സോ അതിൻ്റെ ബാറ്ററി മൊത്തം റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പഴയ ഡിസ്പ്ലേ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നോക്കാം. അത് റിമൂവ് ചെയ്യാനായിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്താൽ തന്നെ അതിൻ്റെ ഡിസ്പ്ലേ പുറത്തേക്ക് നിൽക്കും. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാം. വല്ലാതെ സൈഡ് ഹീറ്റ് ഗണ്ണും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ പുറത്തേക്ക് എടുക്കാൻ കഴിയും. സോ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആ സാധനം കൊണ്ട് എടുക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല. സോ നമ്മൾ അടിഭാഗത്തുനിന്ന് പ്രസ് ചെയ്തു. സോ അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെറുതായിട്ടൊന്ന് പൊന്തിട്ടുണ്ട്. ഇനി നൈസിൽ ആ സ്ക്രീൻ ഗാർഡിൻ്റെ കഷ്ണത്തിൻ്റെ ആ സാധനം കൊണ്ട് നമുക്കതിൻ്റെ ഡിസ്പ്ലേ അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. സോ ഫൈനലി നമ്മളെ ഡിസ്പ്ലേ മൊത്തം അതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. കമ്പനി ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് ഇത്ര ഒരു ഫിറ്റിങ്ങിൽ ഇത്ര ടൈറ്റ് ഉണ്ടാവുക. നോർമൽ ഡിസ്പ്ലേ ഒന്നും ഇത്ര ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ആ എളുപ്പത്തിൽ തന്നെ കിട്ടും. കമ്പനി ഡിസ്പ്ലേ ആകുമ്പോൾ ഒരു ഫിറ്റിങ്ങും കാര്യങ്ങളും വളരെയധികം ടൈറ്റ് ആവും. സോ നമ്മളെ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിമും കാര്യങ്ങളൊന്ന്
സോ അങ്ങനെ നമ്മുടെ മിഡിൽ ഫ്രെയിം മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ വളരെ സൂക്ഷിച്ചിട്ടാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത്. എല്ലാ കോർണറും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം മിഡിൽ ഫ്രെയിം ക്ലീനിങ് വളരെ മസ്റ്റാണ്. എത്രത്തോളം നന്നായി ക്ലീൻ ചെയ്യണോ അത്രത്തോളം നമ്മുടെ ഡിസ്പ്ലേ ഫിറ്റിങ് കറക്റ്റ് ആയിരിക്കും. സോ ഇനി നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന ആ ഡിസ്പ്ലേ ഒന്ന് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലാരിറ്റിയും കാര്യങ്ങളും എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കാം. സോ നമ്മൾ കൊടുന്ന ഡിസ്പ്ലേ RD എന്ന ഒരു കമ്പനിയുടെ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി, ഫസ്റ്റ് കോപ്പി ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി വരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. സോ നമ്മൾ കൊടുന്ന ഡിസ്പ്ലേ ജസ്റ്റ് അതിലിട്ടിട്ട് ടച്ചിങ്ങും കാര്യങ്ങളും എല്ലാം എങ്ങനെയുണ്ട് മൊത്തം നോക്കാം. ഏകദേശം കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും അധികം വരാത്തൊരു മോഡൽ തന്നെയാണ് ഈ RD എന്ന കമ്പനിയുടെ എല്ലാ മോഡൽ ഡിസ്പ്ലേസും. സോ നമുക്ക് ജസ്റ്റ് ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി നോക്കി നോക്കാം. സോ നമ്മുടെ ഡിസ്പ്ലേ ഏകദേശം ഓണാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിഡിൽ ഫ്രെയിം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം മിഡിൽ ഫ്രെയിം ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്ലീനിങ് എത്രത്തോളം നന്നാവുമോ അത്രത്തോളം നല്ല ഫിനിഷിങ് ഉണ്ടാവും, ഫിറ്റിംഗ് ഉണ്ടാവും. സോ മാക്സിമം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേക്കും വാലിഡിറ്റി മീൻസ് കൂടുതൽ നീണ്ടു നിൽക്കും, വല്ലാതെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. സോ നമ്മുടെ ഡിസ്പ്ലേ ഹെല്ലോ മോട്ടോ എന്നൊരു ലോഗോയിൽ നിൽക്കുകയാണ്. കുറച്ച് ടൈം പിടിക്കും അത് ജസ്റ്റ് ഓണാവാൻ വേണ്ടിയിട്ട്. സാധാരണ അങ്ങനെ ടൈം പിടിക്കാറുണ്ട് മോട്ടോയുടെ ഡിസ്പ്ലേ ആകുമ്പോൾ. സോ ഏകദേശം ഓക്കെ. സോ നമ്മുടെ ഡിസ്പ്ലേ മൊത്തം ഏകദേശം ഓണായിട്ടുണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ലോക്ക് 1 2 3 4 ആയിരുന്നു. സോ നമ്മളെ ഡിസ്പ്ലേ ചെക്കിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ടച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്. ബ്രൈറ്റ്നസ്സും ഫുള്ള് നോക്കി അപ്പോൾ എല്ലാം ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് 1 2 3 4 ഓക്കെ. സോ നമ്മുടെ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം പക്കയാണ്, കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല. സോ ഇനി നമുക്ക് ആ ചെക്ക് ചെയ്ത ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഫിറ്റിങ് വളരെ എളുപ്പമാണ്. ഡിസ്പ്ലേ റിമൂവ് ചെയ്യുക, ഡിസ്പ്ലേയുടെ 4 കോർണറിലും ചെറുതായിട്ട് ഗമ്മിടുക. 4 കോർണറിലും ഇടുക, അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ 4 കോർണറിലും ഇടുക. ഞാൻ 2 രീതിയിലും ചെയ്യലുണ്ട്. അധികം ഡിസ്പ്ലേയുടെ കോർണറിൽ ഇട്ടിട്ടാണ് ഞാൻ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാറുള്ളത്. സോ ഇനി നമുക്ക് ഫിറ്റ് ചെയ്യൽ എങ്ങനെ നോക്കാം. അങ്ങനെ സോ നമ്മൾ പുതിയ ഡിസ്പ്ലേ അതിൽ ഇട്ടിട്ടുണ്ട്. ഗമ്മും കാര്യങ്ങളും നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ബാറ്ററിയും അതിൻ്റെ അടിയിൽ റിങ്ങർ വരുന്ന ഭാഗം ഇട്ടിട്ട് മൊത്തം പാക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം.
സോ അങ്ങനെ നമ്മുടെ മിഡിൽ ഫ്രെയിം ഇടലും കഴിഞ്ഞിട്ടുണ്ട്, ബാക്ക് ഡോർ വെക്കലും കഴിഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ മോട്ടറോളയുടെ ഡിസ്പ്ലേ വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാം. വളരെ റെയർ മോഡലാണ്, ഡിസ്പ്ലേയും കാര്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ ഇനി അഥവാ ഡിസ്പ്ലേ കിട്ടുകയാണെങ്കിൽ സൂക്ഷിച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കുക. കാരണം കംപ്ലൈൻറ്റും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വാറൻറ്റിയും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. നമ്മളത്തുള്ള ഡിസ്പ്ലേ ഫസ്റ്റ് കോപ്പി ആയതുകൊണ്ട് നമുക്ക് ഗ്യാരൻറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.